ഫജ്ർ നമസ്കാരത്തിന് മുൻപ് ഉള്ള സുന്നത്ത്, അത് ഒരാൾ നമസ്കരിക്കാൻ സമയം കിട്ടാതെ പോയാൽ അയാൾക്ക് ഫജ്ർ നമസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കാമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാന കാര്യം, ഫജ്ർ നമസ്കാരത്തിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തിൻ്റെ മുൻപാണ്. അപ്പോൾ അതുകൊണ്ട് ഫജ്ർ നമസ്കാരത്തിൻ്റെ സുന്നത്ത് നിർവഹിക്കാൻ ഒരാൾ പരിശ്രമിക്കേണ്ടത് ഫജ്റിന് മുന്നേ അത് നിസ്കരിക്കാനാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അയാൾ ഉത്സാഹിക്കണം, പരിശ്രമിക്കണം. എന്നാൽ സാധാരണ ഫജ്റിൻ്റെ മുന്നേ സുന്നത്ത് നിസ്കരിക്കാറുള്ള ഒരു വ്യക്തി, അയാൾക്ക് സമയം അല്പം എഴുന്നേൽക്കാൻ വൈകിപ്പോയത് കൊണ്ടോ മറ്റോ അയാൾക്ക് ആ സുന്നത്ത് നമസ്കരിക്കാനുള്ള സമയം കിട്ടാതെ പോയി എന്നതുകൊണ്ട് അയാൾക്ക് ഫജ്റിന് മുന്നേ നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ അയാൾക്ക് ഫജ്റിൻ്റെ ശേഷം അതെന്ത് ചെയ്യാം? വീട്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അപ്രകാരം സുന്നത്ത് നമസ്കാരങ്ങൾ മുൻപെയുള്ള സുന്നത്ത് തന്നെ ശേഷം വീട്ടിയ രൂപത്തിൽ എന്തു വന്നിട്ടുണ്ട്? ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്രകാരം സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിയത് വന്നിട്ടുണ്ട്. ദുഹറിൻ്റെ സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ അസർ നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിയത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വീട്ടാം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ എല്ലാ ദിവസവും ഫജ്ർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് സുന്നത്ത് അവസാനം മുമ്പുള്ള സുന്നത്ത് ശേഷമായി മാറി, അത് പാടില്ല. സ്ഥിരമായി മുന്നേ നിർവഹിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ശേഷം വീട്ടാവുന്നതാണ്. എന്നാൽ സ്ഥിരമായി ഫജ്റിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല? പാടില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അതാണ് ഒരാൾ അയാളുടെ ആദത്താക്കി മാറ്റുക, അത് അനുവദനീയമല്ല. നേരെ മറിച്ച് സാധാരണ മുൻപ് നിസ്കരിക്കുന്ന ആളാണ്, അയാൾക്ക് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ശേഷം അത് വീട്ടാവുന്നതാണ്. മാത്രമല്ല, ഒരാൾ സുബഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നമുക്ക് സാധാരണ നിലക്ക് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വിലക്കുള്ള സമയമാണ്. സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള സമയത്തിൽപ്പെട്ടതാണ് സൂര്യൻ ഉദിച്ച് അല്പം ഉയരുന്നത് വരെ പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കരുത് എന്നുള്ളത്. അപ്പോൾ അതിൽ സാധാരണ മുന്നേ നമസ്കരിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അത് വീട്ടാം എന്നതൊഴികെ സ്ഥിരമായി ഫജ്റിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല. അപ്രകാരം ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്.